ആരെയാണ് എവിടെയാണ് രേണു ചേച്ചി സപ്പോർട്ടേഴ്സൊക്കെ ക്യൂല് വന്നോ? അത് വീഡിയോസ് ഫുള്ളിരുന്ന് കാണും കേട്ടോ. അതിന് ശേഷം കമൻറ്റിൽ ഇങ്ങ് ടൈപ്പ് ചെയ്യാം. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വരുന്നത് കമൻറ്റാണ്. എൻ്റെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ കമൻറ്റാണ്. നിനക്കൊന്നും വേറൊരു പണിയില്ലേ, രേണു ചേച്ചിൻ്റെ കണ്ടന്റ് മാത്രമേ ഉള്ളൂ, എത്രമാത്രം കണ്ടന്റ് ഉണ്ട്, പിന്നെ എന്തിനാണ് രേണു ചേച്ചിനെ തന്നെ പറയുന്നത്, അത് വെച്ച് നീ ബിരിയാണി തിന്നല്ലേ, അരി തിന്നല്ലേ, അയ്യോ ചേച്ചി വീണ്ടും വന്നു. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഈ വീഡിയോ ഒന്ന് ആദ്യം തന്നെ കാണണം. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് ചെയ്യാലോ എന്ന് കരുതി സോഷ്യൽ മീഡിയ തുറന്ന സമയത്ത് ഒരുവിധം വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിലൊക്കെ ഇന്ന് ഈ ഒരു കണ്ടന്റ് ഇങ്ങനെ പറന്നു കിടക്കുകയാണ്. ഞാൻ പകുതി ആൾക്കാരുടെ വീഡിയോസ് അല്ലെ പകുതി ആൾക്കാരുടെ വീഡിയോസിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ഈ ക്ലിപ്പിങ്സ് കണ്ട സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ കൺഫ്യൂസ്ഡായി. ചെയ്യണോ ചെയ്യണ്ടേ, കാണിക്കണോ കാണിക്കണ്ടേ, എന്തൊക്കെ വൃത്തികേടാണ് ഈ പെണ്ണുമ്പിള്ള കാണിക്കുന്നത്, ഈ ലെവലിൽ വരെ ഞാൻ തിങ്ക് ചെയ്തത്. പിന്നെ ഞാൻ കരുതി വേണ്ട, കാരണം രേണു ചേച്ചിയുടെ വീഡിയോ ഇടുന്നതിൻ്റെ പേരിൽ എനിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള പൊങ്കാല കിട്ടലുള്ളതാണ്. ഈ പൊങ്കാല കിട്ടുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കാണാം. അപ്പോൾ ഡിസ്ക്ലെയിമറായിട്ട് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, രേണുവിൻ്റെ കോണ്ടന്റ് കാണാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്കിപ്പ് അടിച്ച് പോകും. സെക്കൻഡ് തിങ്, ഇതൊരു 18+ കോണ്ടന്റ് ആണ്. 18+ കോണ്ടന്റ് എന്ന് വെച്ചാൽ ഞാൻ 18+ ആയിട്ടുള്ള ഒരു കാര്യവും ഇതിൽ കാണിക്കുന്നില്ല. പക്ഷെ ഇതിൽ കാണിക്കുന്ന ചില വീഡിയോസ്, ക്ലിപ്സ്, ബൈറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ 18+ ആണ്. അപ്പം അത് ഇൻട്രസ്റ്റഡ് അല്ലാത്ത കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഈ പോയിന്റിൽ സ്കിപ്പ് ചെയ്തിട്ട് നേരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിലെ ചില ക്ലിപ്പിൽ എനിക്ക് ഹൈഡ് ചെയ്യണം എന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഇമോജീസ് വെച്ച് ഞാൻ ഹൈഡ് ചെയ്യും. ഇതിൻ്റെ ആക്ച്വൽ ക്ലിയർ കട്ട് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരുവിധം യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ചാനൽ എടുത്ത് നോക്കാം. എൻ്റെ ചാനലിൽ കൂടെ ഇങ്ങനത്തെ തരത്തിലുള്ള ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്സ്, ബാഡ് വേർഡ്സ് ഒന്നും കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ഞാൻ കവറപ്പ് ചെയ്തിട്ടായിരിക്കും വീഡിയോ കാണിക്കുക. ഈ ഒരു 3-4 കാര്യങ്ങൾ പറയണം. ആൻഡ് അടുത്തൊരു സാധനം, ഇനി മേ ബി ഈ വീഡിയോന് താഴെ വരാൻ പോകുന്ന ഒരു മേജർ കമൻറ്റ് ആയിരിക്കും, ആളുടെ എക്സ്ക്ലൂസീവിൽ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ നിങ്ങൾ എന്തിനാണ് എടുത്ത് പുറമെടുന്നത്, അത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ എന്നാണ്. ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഇപ്പോൾ കറൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഒരുവിധം ചാനൽസിലൊക്കെ ഇട്ട് വൈറലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 7:15 ഓക്കെ. ഇനി ഞാനിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കും തന്നെ ഒരു 10-20 പേരും ഇതിട്ടിട്ടുണ്ടാവും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കലി പോയിട്ടുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ എടുത്ത് സംസാരിക്കുന്നത്. ഇനി ഇതിൻ്റെ എന്തുകൊണ്ട് ഇത് പുറത്തു വന്നു, ലീക്കായി എന്ന ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് ഫസ്റ്റ് ഇട്ടിട്ടുള്ളത് അവരുടെ സൈഡിലോട്ട് പോകാം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ലീക്ഡ് ആയിട്ടുള്ള കണ്ടന്റാണ് ഞാൻ എടുത്തു വെച്ച് സംസാരിക്കുന്നത്. പിന്നെ ചില വൾഗർ ഭാഗങ്ങൾ, കാരണം ഇതിൽ ചില ക്ലിപ്സ് കാണുമ്പോൾ എനിക്കിങ്ങനെ ഈ ഛർദ്ദിക്കാൻ വരുന്നൊക്കെ കുറേ പാർട്സ് ഉണ്ട്. അപ്പോൾ ആ പാർട്സൊക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കും, അല്ലെങ്കിൽ ബ്ലർ ചെയ്യും, മുഖം ആക്കും, അങ്ങനെയൊക്കെയാണ് കാണിക്കുക. കാരണം എനിക്ക് പറ്റില്ലടോ. കാരണം കുറേ ലേഡീസും കുറേ ആൾക്കാർ പല ഏജിലുള്ള ഈവൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വരെ കാണുന്നതാണ്. അപ്പോൾ അവരെയൊന്നും ഈ തരത്തിലുള്ള സാധനങ്ങൾ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് തുടക്കത്തിൽ പറയണം തോന്നി. സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സബ്സ്ക്രിപ്ഷനിൽ ലൈവ് വരിക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പലരും ഇതിന് പല പർപ്പസും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ചില ആൾക്കാർ അവരുടെ ബോഡി പാർട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് വരുന്നു. അപ്പോൾ അവരുടെ ബോഡി പാർട്സ് കാണാൻ താല്പര്യമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എക്സ്ട്രാ പേയ്മെൻറ്റ് അടിച്ച് കാണുന്നു. ഇതിന് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഈ ലൈവ് സ്ട്രീമിങ്ങിൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണിക്കുക, ഓരോ ഔട്ട്ഫിറ്റിലാണ്. അല്ലെങ്കിൽ ഈ ലൈവിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും അല്ലാതെ യൂട്യൂബിൽ ലൈവിൽ വന്നിട്ട് പല സാധനങ്ങളും കാണിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രേണു സുധിയുടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന ഒരു ലൈവിലെ വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അതിലെ കുറച്ച് ക്ലിപ്പിങ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങൾ കണ്ട എൻ്റെ ചുണ്ടെല്ലാം പൊട്ടി, ഈ കാലാവസ്ഥയുടെയാണോ പറയുന്നത് നോക്കുന്നത്, ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചില്ല ഞാൻ.
ഞാൻ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എൻ്റെ അഭിപ്രായം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സൈഡിലൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊരു റീൽസ് വീഡിയോ ആണ്, രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് സ്ട്രീമാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലോട്ട് വരുമ്പോൾ ഉള്ള വീഡിയോയുടെ രീതിയും എന്നാൽ ഇതേ സാധനം ലൈവിൽ സബ്സ്ക്രിപ്ഷനിൽ വരുമ്പോഴുള്ള വീഡിയോൻ്റെ രീതിയും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ആൻഡ് ഈ വീഡിയോ കാണുന്ന ഒരു കോമൺ സെൻസ് ഉള്ള അല്ലെ അരിയാഹാരം കഴിക്കുന്ന വ്യക്തികൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനത്തെ തരത്തിലുള്ള വീഡിയോ കാണിക്കുന്നതിൽ കൂടെ ആളുടെ ലൈവിൽ ഇരിക്കുന്ന വ്യക്തികൾ എന്ത് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആളുടെ മെയിൻ ഫോക്കസ് എന്താണ് അയാൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം അറിയാം. ഇത് എൻ്റെ വീഡിയോ കാണുന്ന രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ചിലപ്പം പലരും പറയാൻ പോകുന്നൊരു കാര്യമാണ്, രേണു സുധി ഇങ്ങനത്തെ കണ്ടന്റ് കാര്യങ്ങൾ ചെയ്യുന്നത് തൻ്റെ കുട്ടീനെ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരോട് നിങ്ങളുടെ വീട്ടിൽ കുട്ടീനെ വളർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വെച്ച് ഈ തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുമോ? ദിസ് ഈസ് മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് പലരും പറയും രേണു ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അരി വീട്ടിൽ വാങ്ങി കൊണ്ടുവെക്കുമോ, അങ്ങനെയാണ് രേണു ഇതൊന്നും ചെയ്യാണ്ട് അടങ്ങിയിരിക്കാം എന്ന് പറയുന്ന ആൾക്കാർ. ഇപ്പം എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എൻ്റെതായ കാര്യങ്ങൾ നേടണമെങ്കിൽ ഞാൻ ജോലി ചെയ്യണം, അധ്വാനിക്കണം. അത് ഞാൻ ക്വാളിഫൈഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജോബ്, ക്വാളിഫൈഡ് അല്ലെങ്കിൽ അല്ലാത്ത ജോബ്സും നമുക്ക് കിട്ടും. നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നതിലാണ്. ഇപ്പോൾ തുടക്കകാലങ്ങളിൽ ശ്രദ്ധിച്ചാൽ അറിയാം രേണുവിന് ജോബ് ഓഫർ ചെയ്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ജോബ് രേണു സെലക്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്ത് പോയിരുന്നെങ്കിലും രേണുവിൻ്റെ കുട്ടീനെ നോക്കാൻ പറ്റും. അപ്പോൾ കുട്ടീനെ നോക്കാൻ വേണ്ടി ആകെയുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനിൽ വന്ന് നിന്നിട്ട് ഇങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസും ക്ലിപ്പും കാണിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒട്ടും യോജിക്കാൻ പറ്റില്ല. അതിപ്പോൾ എനിക്കറിയുന്ന ആര് ചെയ്യുകയാണെങ്കിലും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്തൊരു സാധനമാണ് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എത്രയൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും ഒരു വ്യക്തിക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ വേണം. ഇത് രണ്ട് ഡുവൽ ഫേസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ സണ്ണി ലിയോ അല്ലെങ്കിൽ മിയ ഖലീഫ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരൊക്കെ ഇതിലും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ്. ഇവരെ ആരും സോഷ്യൽ മീഡിയയിൽ വന്ന് കുറ്റം പറയുന്നില്ല, ഇവർ നമ്മളാരും ചെയ്യുന്നില്ല. കാരണം അവരവരുടെ ആ ഫേസിനെ സത്യസന്ധമായി കാണിക്കുന്നു. എന്നാൽ തനിക്ക് ഇങ്ങനെ ഒരു ഫേസ് ഒരു സൈഡിൽ ഉണ്ടായിട്ടും ആ ഫേസിനെ ഹൈലൈറ്റ് ചെയ്യാണ്ട് വീണ്ടും സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ ഷിറ്റ്സ് കാണുന്ന സമയത്താണ് ഇതൊക്കെ മെയിൻലി സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവുന്നത്. ഈ ഡ്രസ്സ് അടിപൊളിയാണെന്നാണ് ദുബായിലെ റാസൽ ക്യാമ്പിൽ നിന്ന് മേടിച്ചതാണ്, ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് റാസൽ ക്യാമ്പിൽ. ഓക്കെ, ദെൻ വേറെന്താണ്? ദൈവം സഹായിച്ച് നമ്മുടെ ബോഡി ഷേപ്പോടെ ഈ ഒരു 28 സെക്കൻഡിലുള്ള ക്ലിപ്സ് നിങ്ങൾ കണ്ടറിയാം. എനിക്ക് തന്നെ എൻ്റെ ഇമോജി അഡ്ജസ്റ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റുന്നില്ല. കാരണം രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ ക്ലിയർ ആയിട്ട് ക്യാമറ നോക്കിയപ്പോൾ മനസ്സിലായി ആളുടെ പാർട്സ് ഒന്നും എക്സ്പോസ്ഡ് ആവുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആളുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം നല്ല രീതിയിൽ താഴ്ത്തിയിട്ടാണ് ആൾ എന്ത് ചെയ്യുന്നത്, ആളുടെ ബോഡി പാർട്സ് അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത്. അപ്പം അത്യാവശ്യം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ആൾ സ്ട്രെയിറ്റ് ആക്കിയിരിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ആൾ കുനിഞ്ഞിരിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ആൾ ബാക്കോട്ട് ഇരിക്കുന്നു. ഇതിൽ കൂടിയൊക്കെ ആൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ വലിയ പാടൊന്നുമില്ല, വളരെ ക്ലിയർ ആയിട്ട് രേണു സുധി സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രത്തോളം എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ ഇളക്കുന്നതിന് പകരം രേണു സിമ്പിളായിട്ട് ഈ വിഷയത്തെ എൻകൗണ്ടർ ചെയ്യുക. ഇങ്ങനെ ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷനിൽ കൂടെ എൻ്റെ ബോഡി പാർട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓവർ. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള വ്യക്തികൾക്കൊന്നും ഇതിലൊന്നും പറയാനില്ല. പക്ഷെ അതിന് പകരം ഇതൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ പേഴ്സണൽ പ്രൊഫൈലിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഞാൻ സുധിച്ചേട്ടനെ ആരാധിക്കുകയാണ്, ഞാൻ ഋതപ്പൻ ആരാധിക്കുകയാണ്, ഞാൻ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ഞാൻ അഭിനയിക്കുകയാണ്, എനിക്ക് അത് എന്ത് ഫിലോസഫി എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ആൻഡ് ഇതെല്ലാം മനുഷ്യന്മാർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മളൊരു പാർട്ടിയിലോ പബ്ബിലോ ഒരു ബീച്ചിലോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ മോഡേൺ വസ്ത്രധാരം ധരിക്കുന്നത് പോലെയല്ല നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ 4 ആളെ കാണിക്കാൻ വേണ്ടി അത് ഇടുന്നതും അത് കാണിക്കുന്നതും. അതിന് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും
രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ തന്നെയാണ്. അവർക്ക് ഈ ഒരു ഗതികേട് വന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പറയാം. ഹായ്. താങ്ക് യു. ഞാൻ വീഡിയോ കംപ്ലീറ്റ് കാണിക്കുന്നില്ല. യു ക്യാൻ റെഫർ അതർ ചാനൽ. ബിക്കോസ് കാണുന്ന എനിക്ക് വരെ ഐ ഫെൽ ടു ഡിസ്റ്റർബ്ഡ്, ഐ ഫെൽ ടു ബാഡ്. എനിക്കിതിൽ ഒരു എൻജോയ്മെൻറ്റും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഈ സൈഡിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലിപ്സ് എന്തായാലും മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇമോജിയോ ബ്ലറോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ ഞാൻ ചെയ്യൂ. കാരണം ഞാൻ പേഴ്സണലി ഇങ്ങനത്തെ തരത്തിലുള്ള സാധനങ്ങളൊന്നും കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഇതൊക്കെ കാണിക്കുന്നതിൽ കൂടെ അല്ലെങ്കിൽ ഇതൊക്കെ കാരണം ലൈക്ക് എനിക്ക് എന്താ ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയില്ല. പൊതുവെ ഏത് വിഷയം സംസാരിക്കുന്ന സമയത്തും എനിക്ക് വാതോരണ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതെന്ന് വെച്ചാൽ. ഒരുപാട് പറയാനുണ്ട്, എന്നാൽ എന്ത് പറയുമെന്നറിയാത്തൊരു കൺഫ്യൂസ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്തിൻ്റെ ആവശ്യം, എന്തിൻ്റെ ഗതികേട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇവർക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം അത്യാവശ്യം റീച്ചൊക്കെ ആയി പോപ്പുലാരിറ്റിയിൽ നിന്ന് അത്യാവശ്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന വ്യക്തികൾക്കൊക്കെ ഇത് ചെയ്യേണ്ട ആവശ്യം എന്താണ്, അല്ലെ ഇത് ചെയ്തിട്ട് എന്താണ്? എനിക്ക് അന്നും ഇന്നും എനിക്കറിയില്ല. സെലിബ്രിറ്റിയിൽ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടികളുണ്ട്. എന്താ നിങ്ങൾ ഇതിൽ കൂടെ നിങ്ങളുടെ ഫ്രീഡമാണോ? ഡു യു തിങ്ക് ദിസ് ഈസ് യുവർ ഫ്രീഡം? ഇതാണോ നിങ്ങൾക്ക് ഈ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സാധനം? ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ഇഷ്ടം ഇങ്ങനത്തെ വൾഗറായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഫ്രീഡം? അല്ലെങ്കിൽ ഇതാണോ ജോലി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇതിൽ കൂടിയാണോ പൈസ ഏണിങ് എന്ന് പറയുന്നത്? ഇത് എന്ത് സോർട്ട് ഓഫ് ഏണിംഗ് ആണ്? ഇതിനെങ്ങനെ ഏണിംഗ് എന്ന് പറയാൻ പറ്റും? ഇതെങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെ? എന്താ ഇത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ജോലിക്കൊരു പവിത്രത ഇല്ലേ? ഇപ്പം എല്ലാവരും പറയുന്നതാണ് സെക്സ് വർക്കും ഒരു പ്രൊഫഷനാണ് എന്നുള്ളത്. ഓക്കെ, പ്രൊഫഷനാണ്. പക്ഷേ എങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ ഇത് പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈവൻ ഞാനിവിടെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലപ്പം എൻ്റെ ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു വൾഗറായിട്ടുള്ളൊരു കാര്യമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എത്രയോ തവണ റീടേക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ ഞാൻ ഇത്ര ക്ലോസ് ആയിരുന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ വൃത്തികേടുകൾ മനസ്സിലാക്കാൻ പറ്റില്ല. ലേറ്റർ ഓൺ ആണ് ഞാൻ മനസ്സിലാക്കുക. അങ്ങനെ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ട്. മേ ബി അത് എൻ്റെ ക്യാരക്ടർ ആയിരിക്കാം. ഇതല്ലാത്ത ക്യാരക്ടറിലുള്ള എത്രയോ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കലും വീണ്ടും പറയാം, മോഡേൺ വസ്ത്രധാരണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പെൺകുട്ടിയൊന്നും അല്ല ഞാൻ. പക്ഷേ കാണിക്കാൻ വേണ്ടി കാണിക്കുമ്പോഴാണ് ഇതെപ്പോഴും ഒരു വിഷയമാവുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഡിസ്കഷൻ ആവുന്നത്, വർത്തമാനം ആവുന്നത്. ഒരു മോഡേൺ ഔട്ട്ഫിറ്റ് ഇട്ട ഒരു പെൺകുട്ടിയുടെ ഒരു സംഭവം ക്ലീവേജസോ എന്തെങ്കിലും കാണുന്നതും, അല്ലെങ്കിൽ ക്ലീവേജ് കാണാൻ വേണ്ടി ഒരു വ്യക്തി മനഃപൂർവ്വം തൻ്റെ ടോപ്പ് താഴ്ത്തി പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ വരുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഈ കാറ്റഗറി ഓഫ് സാധനങ്ങളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, ഞാൻ ഹാർഡ് കോർ ഞാൻ പറയുന്നു, രേണു സുധിയുടെ മക്കൾ കിച്ചോടെ കിടക്കട്ടെ, ഋതപ്പൻ, അവനൊരിക്കലും ആഗ്രഹിക്കുന്ന ഒരു ഫേസ് അല്ല ഇത്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും ഇതൊരു വിഷയമായിരിക്കില്ല. കാരണം അവരെല്ലാം ബുദ്ധിയുള്ള മെച്യൂരിറ്റി എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ മേ ബി ഇതിൻ്റെയൊക്കെ പതിപ്പ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നുണ്ടാവും. അവർക്കിതൊരു മിസ്റ്റേക്ക് ആയിരുന്നെങ്കിൽ അവരെപ്പോഴോ രേണു സുധീനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇത് പറയാനും കറക്റ്റ് ചെയ്യാനും ശ്രമിച്ചേ. അവരാഗ്രഹിക്കുന്നില്ല. കാരണം ആ വീട് റൺ ചെയ്യുന്ന ആൾ രേണു സുധിയാണ് ഇൻകം സോഴ്സ്. ആൻഡ് രേണു സുധിക്ക് മോർ ദാൻ 2 lakh അബവ് കിട്ടുന്നത് ഫ്രം ദി സബ്സ്ക്രിപ്ഷനാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവരൊക്കെ കടന്നോട്ടെ. പക്ഷെ എന്നാലും രേണു സുധിയുടെ മകന് ഇത് എത്രത്തോളം സഹിക്കാൻ പറ്റും?
അല്ലെങ്കിൽ അവരിത് എത്രത്തോളം ടോളറേറ്റ് ചെയ്യും. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കറിയില്ല, എനിക്ക് ഒരു വിധേനയും ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വിധേനം എന്ന് വെച്ചാൽ ഒരു വിധേനം. ഞാനിപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്തും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പകുതി കണ്ടൻറ്റുകൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇമോജി വെക്കുകയാണ് ഞാൻ ചെയ്യുക. അപ്പോഴും എൻ്റെ ഒരു പ്രതീക്ഷ വാസ് ലൈക്ക് ചെറിയ വല്ല ഫോട്ടോസോ വീഡിയോസോ എന്ന് കരുതിയാണ് ഞാൻ വിട്ടത്. പക്ഷേ എന്നാൽ പലതിൻ്റെയും എക്സ്ട്രീം ലെവലിലോട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു റിയലൈസേഷൻ ഇവർക്ക് വരുന്നില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്, നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യണം, ആരുടെ കൂടെ നിൽക്കണം, ആർക്ക് താങ്ങാവണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിന് അഗെയിൻസ്റ്റ് ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എ റിയൽ ഫ്രണ്ട് അല്ലെങ്കിൽ എ റിയൽ സപ്പോർട്ടർ, എ റിയൽ സബ്സ്ക്രൈബർ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഒരു മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കണം. അപ്പം എനിക്കിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഈ റൂമിൽ നിന്ന് വീഡിയോ ചെയ്യാനാണ്. കാരണം ഈ റൂം അത്ര മെസ്സിയല്ല. എൻ്റെ റൂം മെസ്സി ഇൻ ദ സെൻസ്, എനിക്ക് ക്യാമറ വെക്കുന്ന സ്ഥലത്ത് തന്നെ എൻ്റെ പിറ്റേ ദിവസം ഇടുന്ന ക്ലോത്ത്സ് അല്ലെ എൻ്റെ ടേബിൾസ് അല്ലെ എൻ്റെ മേക്കപ്പ് സാധനം ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരു യൂട്യൂബ് സ്പേസ് എനിക്ക് മെയിനായിട്ട് പറഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ആവുമ്പോൾ എനിക്ക് ഫാനും എല്ലാം കൊണ്ടും എനിക്കൊരു കംഫർട്ടബിൾ സ്പേസാണ്, പ്ലഗും ഫാനും എല്ലാം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ഡൗണിലായിരുന്നു വെക്കുക. അപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഡൗണിൽ വെക്കുമ്പോൾ ഫേസിന് ഒരു ഇതില്ല, അപ്പിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഐ ടുക്ക് മൈ ആൻഡ് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എൻ്റെ ട്രൈപ്പോഡ്. അതുപോലെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിയൽ ഫ്രണ്ട് ആണെങ്കിൽ മിസ്റ്റേക്സ് പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക, കറക്റ്റ് ചെയ്യുക, റെഡിയാക്കുക. അതിന് പകരം ഈ സോർട്ട് ഓഫ് കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടെ എന്ത് കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അടുത്തത്, രേണുസുധിയുടെ ചാറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയപ്പം ഞാൻ ചെയ്യരുത് എന്നാണ് കരുതിയത്. എന്നാൽ ചേച്ചിയുടെ ഒരു വീഡിയോ എൻ്റെ കൺമുന്നിൽ പെട്ടു. അപ്പോൾ ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. ആദ്യം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പോലുമില്ല ചേച്ചിയുടെ ചാറ്റാന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി അതിനൊരു പ്രതികരണം പറഞ്ഞിട്ട് അത് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഓർക്കുന്ന പോലുമില്ല. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു. ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത് ലൈംഗിക ചുവ എവിടെയാണ്, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോൾ ട്രോളായി കേട്ടോ, പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ചായ കുടിക്കാൻ പോകണം, അതെ ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ ഇപ്പോൾ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം, എന്താ പ്രശ്നം? ഈ ഒരു സാധനം ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നിയത്. അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പിങ്ങും കൂടെ കാണിച്ചു തരാം. ആ ക്ലിപ്പ് ഈ വീഡിയോയുടെ സൈഡിൽ കൂടെ പോകും. ഈ ക്ലിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കണ്ടാലറിയാം. രേണുസുധി എന്തോ ക്രീം അപ്ലൈ ചെയ്യുന്നത്, ആളുടെ കാലിൽ ക്രീം അപ്ലൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ആൻഡ് ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ നിങ്ങൾക്ക് രേണുസുധിയുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു തരാം. അതിൽ ആ സ്ക്രീൻഷോട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ പെർട്ടിക്കുലർ വീഡിയോ സബ്സ്ക്രിപ്ഷനിൽ അപ്ലോഡ് ചെയ്ത അന്നാണ് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ നേരത്തെ കാണിച്ച വീഡിയോൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഈ പെർട്ടിക്കുലർ വ്യക്തി 2 കിസിൻ്റെ ഇമോജി കൊടുക്കുന്നു, റിപ്ലൈ ആയിട്ട് രേണു ഹാർട്ട് കൊടുക്കുന്നു. അയാൾ മെസ്സേജ് ചോദിക്കുന്നു, എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല, ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നതിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ആൻഡ് അതിൻ്റെ താഴെ റിപ്ലൈ കൊടുക്കുകയാണ്, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്ന് പറഞ്ഞിട്ട്. ഡയറക്റ്റ് മീറ്റ് എന്നാണ് പറഞ്ഞത്, അല്ലാണ്ട് രേണുവിൻ്റെ കൂടെ ഒരു ചായ കുടിക്കണമെന്നോ രേണുവിൻ്റെ കൂടെ ഒരു ഡ്രൈവ് പോകണമെന്നോ അല്ല പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഓക്കെ, അർത്ഥമുണ്ട്. എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാവുമെന്ന് പറഞ്ഞില്ല എന്ന് വെച്ചാൽ എത്ര രൂപ വേണം നിന്നെ ഡയറക്റ്റ് മീറ്റിന് എന്ന് ചോദിക്കുന്നത്, പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്ന് പറയുന്നതിനെ എങ്ങനെ ഇവർ ന്യായീകരിക്കുന്നു എന്നുള്ള മനസ്സിലായില്ല. അത് ക്രിയേറ്റ് ചെയ്ത ഫേക്ക് ചാറ്റ് അല്ല എന്നുള്ളത് ഫ്രം ദിസ് വീഡിയോ ആൻഡ് റിയാക്ട് ചെയ്ത വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ആൻഡ് രേണു, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊരു സെലിബ്രിറ്റി ഫേമിലുള്ള ആളാണ്. സെലിബ്രിറ്റി ഫേമിലുള്ള ആളായിട്ട് കരുതിയിട്ട് ഈ തന്നെ ആരാധിക്കുന്ന എല്ലാവരുടെയും കൂടെ ഈ ചായയും കാപ്പിയും കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമൂഹത്തിൽ, ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ എല്ലാവരുടെയും ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് അറിയില്ല. എല്ലാവരും എന്താണ് രേണുവിന് ചെയ്യുക, രേണുവിനോട് എങ്ങനെ പെരുമാറുക, രേണുവിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക ഒന്നും അറിയില്ല. വെറുതെ ഇങ്ങനത്തെ വണ്ടിയും വലയിലും പോയി വീഴാൻ നിൽക്കണ്ട. രേണുസുധി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ മെസ്സേജ് അയക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങളെ ആരാധിച്ച് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടിയിരിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. ഇതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ ചാറ്റ് ഷെയർ ചെയ്യാനും നിങ്ങളുടെ ബിഹേവിയർ മനസ്സിലാക്കാനും നിങ്ങളുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കാനും വരുന്നൊരു കാറ്റഗറി ഓഫ് ആളുണ്ട്. അല്ല, ഇയാൾ അങ്ങനത്തെ ഒരു ഉദ്ദേശമുള്ള മനുഷ്യനായിരുന്നെങ്കിൽ ഇയാൾ ഒരിക്കലും ഈ ചാറ്റ് അങ്ങ് എക്സ്പോസ് ആക്കില്ല. പുള്ളിക്കാരൻ ഈ ചാറ്റ് എക്സ്പോസ് ആക്കിയത് തന്നെ
പുള്ളിയുടെ ഒരു ബിഹേവിയർ എന്താണെന്നുള്ളത് രേണു ചേച്ചി ഒന്ന് ആലോചിച്ചു. അതുകൊണ്ട് തന്നെ ഇനി മീറ്റപ്പ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ എന്ന് വെറുതെ പറയണ്ട. എന്തായാലും അത് ഫേക്ക് ചാറ്റ് അല്ല എന്നുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഒരൊറ്റ സാധനം കൂടെ കാണിച്ചു തരാം. എനിക്ക് ബിഗ് ബോസിന് മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവര് ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവര് അതെ അതെ അതെ, ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. ഹാർഡ് വർക്ക് എന്താന്നുള്ള എല്ലാവരും ഇപ്പൊ കണ്ടല്ലോ. ഇനിയും ഹാർഡ് വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി പല ചാനലിൽ പോയി നോക്ക്. കാരണം എനിക്കിതൊരു കുൽസിത വീഡിയോ ആക്കാൻ ആഗ്രഹമില്ല. അപ്പം മതി, ചേച്ചിയുടെ ഹാർഡ് വർക്ക് മതി. നമോ ഭാഗം.